ഹായ് ഓൾ, അസ്സാം വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ സ്ക്രീനിൽ വോട്ട് വരുന്നത്. നമ്മൾ ലാസ്റ്റ് വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ പോവാണ്, ബാഗ് പാക്ക് ചെയ്ത ആ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചതായിരുന്നല്ലോ. പിന്നെ ലോങ് വീഡിയോസ് കാര്യങ്ങൾ ഷൂട്ട് ചെയ്തിട്ടില്ല. അതിനു മുമ്പ് ഷൂട്ട് ചെയ്തൊരു 2 വീഡിയോ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതായിരിക്കും നിങ്ങൾ കണ്ടത്. പിന്നെ കുറച്ച് ഷോർട്ട് വീഡിയോസും അന്ന് രാത്രി ഫുള്ളായിട്ടിരുന്ന് എഡിറ്റ് ചെയ്ത് ഇതാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പറയാം, ഇപ്പോൾ എവിടെ പോയി എന്താണ് ഇപ്പോൾ എന്നുള്ളത് ആലോചിക്കുന്നുണ്ടാവും. ഞാൻ കുറച്ച് ദിവസം ഉംറക്ക് പോയിട്ടുണ്ടായിരുന്നു, ഒരു 15 ദിവസം. അപ്പോൾ ഞാൻ ആക്ച്വലി തിരിച്ച് വന്നിട്ട് 9, 10, 11, 12, 13, 6 ദിവസത്തോളമായി. നിങ്ങൾ പലരും വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ തിരിച്ച് വന്നിട്ടില്ല, അതുകൊണ്ടായിരിക്കും വീഡിയോ ഇല്ലാത്തതെന്ന്. അതല്ല, വന്നിട്ട് കുറേ ദിവസമായി, പക്ഷെ വീഡിയോ ഇടാനൊന്നും തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ അങ്ങോട്ട് പോവായിരുന്നു കേട്ടോ. അപ്പോൾ അന്നത്തെ ദിവസം നമ്മൾ 24-ാം തീയതിയാണ് ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ആ ദിവസം എന്ന് പറയുമ്പോൾ ഞാൻ ഷൂട്ടൊന്നും ചെയ്തിട്ടില്ല, ഷൂട്ട് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയിലും ആയിരുന്നില്ല. ഭയങ്കര ഇമോഷണലി ഫുള്ളും കരച്ചിൽ വരലും ഫുള്ളും കരയലും ഒക്കെ ആയിട്ട് കുട്ടികളെയൊക്കെ വിട്ടിട്ട് ഇങ്ങനെ പോവല്ലേ. പിന്നെ ഒരുപാട് പ്രോബ്ലംസ് ആയിട്ട് പഠിച്ചവൻ്റെ അടുത്തേക്ക് വിഷമം പറയാൻ വേണ്ടിയിട്ടും പോവല്ലേ. അപ്പം അതിൻ്റേതായിട്ടുള്ളൊരു ഇമോഷണൽ സംഭവങ്ങളൊക്കെ ആയിരുന്നു. ഇച്ചു ബേബി ഹേസൂനെയും എല്ലാവരെയും കെട്ടിപ്പിടിച്ച് കരച്ചിലും, പിന്നെ ഇച്ചു ബേബി അമ്മി എന്നെയും കൂട്ടിയിട്ടിപ്പോൾ ഞാനവിടെ ഒതുങ്ങിയിരുന്നോളാം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇങ്ങനെ നമ്മുടെ ചങ്ക് തകർന്നു പോകില്ലേ, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ആയിരുന്നു. ഞാൻ ഒറ്റയ്ക്കല്ല പോയത്, എൻ്റെ കൂടെ എൻ്റെ 2ാമത്തെ ആങ്ങളെയും ഭാര്യയും അവരുടെ ചെറിയ മോളും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 4 പേരാണ് ഇവിടുന്ന് പോകുന്നത്. കോഴിക്കോട് നിന്നാണ് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. നമ്മളവിടെ എത്തുമ്പോഴേക്കും കുറേ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അന്ന് എന്നെ കാണാനും വേണ്ടിയിട്ട് കുറച്ച് പേര് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർക്കൊന്നും എന്നെ കാണാൻ പറ്റിയില്ല, ബിക്കോസ് നമ്മൾ ലേറ്റ് ആയിട്ടാണ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറേ പേര് എന്താണ് ഉംറൻ്റെ വിശേഷങ്ങളൊന്നും അറിയാത്തത്, കാണാത്തത്, വ്ളോഗ് വരാത്തതെന്നൊക്കെ കൊണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഉംറ എന്ന് പറയുമ്പോൾ ആക്ച്വലി അത് ഫുൾ ആൻഡ് ഫുള്ളി ആ ഒരു കർമ്മങ്ങൾ അതിൻ്റേതായിട്ടുള്ള രീതിക്ക് ഞാനും പഠിച്ചോണ്ട് മാത്രമുള്ള കുറച്ച് ദിവസങ്ങളായിരുന്നു. അതൊന്നും നമ്മൾ ഷൂട്ട് ചെയ്യാനോ ഒന്നും ചെയ്തിട്ടില്ല. അതിനുശേഷം നിങ്ങൾ എവിടെയെങ്കിലും എന്തെങ്കിലും ഫോട്ടോസോ കാര്യങ്ങളോ കണ്ടിട്ടുണ്ടെങ്കിൽ ഉംറ കർമ്മങ്ങളെല്ലാം നിർവഹിച്ച് മനസ്സൊക്കെ ഒന്ന് ശാന്തമായതിന് ശേഷം വേറെ സ്ഥലങ്ങളിലേക്ക് പോയിട്ടുള്ള ഫോട്ടോസും വീഡിയോസും ആയിരിക്കും നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ടുണ്ടാവുക. പിന്നെ കഅബൻ്റെ അവിടെ നിന്ന് ആകെ എടുത്തിട്ടുള്ള കുറച്ച് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ ബാങ്ക് കൊടുക്കുമ്പോൾ എന്നും എപ്പോഴും ഇടയ്ക്ക് നമ്മൾ എടുത്ത് നോക്കാനും ഓർമ്മിക്കാനും വേണ്ടിയിട്ട് ബാങ്ക് കൊടുക്കുന്ന സംഭവം കഅബ ഇതാക്കിയിട്ട് വീഡിയോ എത്ര ദിവസങ്ങൾക്ക് ശേഷം, ഇതൊന്നും ഉംറൻ്റെ ഇടയ്ക്കല്ല കേട്ടോ, ഉംറ കർമ്മങ്ങൾക്കിടയിൽ ഒരിക്കൽ പോലും എൻ്റെ ഫോണോ അല്ലെങ്കിൽ ക്യാമറയോ ഞാൻ പുറത്തേക്ക് എടുത്തിട്ടേ ഇല്ല. കുറച്ച് പേരെങ്കിലും ജസ്റ്റ് ഒരു ഫോട്ടോ കണ്ടിട്ട് തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നു. അത് ആരാണെങ്കിലും കഅബ നമ്മൾ കാണുമ്പോൾ അല്ലെങ്കിൽ കണ്ട് ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫോട്ടോ എടുത്ത് വയ്ക്കില്ല. അങ്ങനെ ജസ്റ്റ് ഒരു ഫോട്ടോ മാത്രമായിരുന്നു, അല്ലാതെ എൻ്റെ ഉംറ കർമ്മങ്ങൾ ഞാൻ വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ടും പോയതല്ല. അത് തികച്ചും പേഴ്സണലി അത്രയും ഇമോഷണൽ ആയിട്ടുള്ളൊരു എൻ്റെ ഉംറയാണ്, ആദ്യത്തെ ഉംറയാണ്. അതും ഒരുപാട് പ്രോബ്ലംസിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ നമ്മുടെ പഠിച്ചവൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ, ആരും ഇല്ലാതിരിക്കുമ്പോൾ, നമ്മൾ എത്തിയുമായിട്ട് തനിച്ചായിട്ട് പോകുമ്പോൾ അതൊരു പ്രത്യേക ഒരു ഫീല് തന്നെയായിരിക്കും. പിന്നെ ആദ്യമായിട്ട് കഅബ കണ്ട സമയത്ത് തോന്നിയ വികാരങ്ങൾ എന്ന് പറയുമ്പോൾ, കണ്ട ഉടനെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന പഠിച്ചവൻ സ്വീകരിക്കും എന്ന് കുറേ പേര് പറഞ്ഞു. പക്ഷേ എനിക്ക് ആ സമയത്തൊന്നും പ്രാർത്ഥിക്കാനൊന്നും തോന്നിയില്ല. പഠിച്ചവനോട് ഒരുപാട് നന്ദി ആണ് എനിക്ക് തോന്നിയത്. കാരണം എന്ത് തന്നെ ആയാലും, എത്ര തന്നെ നമ്മുടെ കോടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും പടച്ചോൻ ക്ഷണിക്കുന്നവരല്ലാതെ അവിടെ എത്തിപ്പെടാൻ പറ്റില്ല എന്നാണ്. ആ ക്ഷണിച്ച ആൾക്കാരുടെ കൂട്ടത്തിൽ എന്നെയും റബ്ബ് ഉൾപ്പെടുത്തി എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ഒരു സന്തോഷം, വല്ലാത്തൊരു ഫീലാണ്. നമ്മൾ പഠിച്ചോണ്ട് അടുത്തിരിക്കുന്ന പോലെ നമുക്ക് തോന്നും. കഅബ തൊടാനും പ്രാർത്ഥിക്കാനും പ്രവാചകൻ്റെ കാലടി പതിഞ്ഞ് അവിടെ നമുക്ക് നിൽക്കാനും സുജൂദ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു സംഭവം എന്ന് പറയുമ്പോൾ അത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. ആ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ കുറേ മിറാക്കിൾസ് ഇതിൻ്റെ ഇടയിൽ, എൻ്റെ കർമ്മങ്ങൾക്കിടയിലൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. നമുക്ക് തന്നെ സ്വയം നമുക്കിങ്ങനെ തോന്നും, പഠിച്ചോൻ നമ്മൾ അനുഗ്രഹിച്ചിരിക്കുന്നു. നമ്മുടെ ഒരുപാട് വിഷമങ്ങളിൽ നമ്മൾ ഇങ്ങനെ അയ്യോ പഠിച്ചോനെ എനിക്ക് മാത്രം എന്തെങ്ങനെ ആയി എന്ന് ചിന്തിക്കുന്നതിലുപരി എന്നെ ഇതിനൊക്കെ വേണ്ടി സെലക്ട് ചെയ്തല്ലോ, ഇത്രയും കോടിക്കണക്കിന് ജനങ്ങളുടെ ഇടയിൽ നിന്നും സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സുകളിലേക്കാണ് നോക്കുക എന്ന് പഠിച്ചോൻ പറഞ്ഞ പോലെ, എൻ്റെ മനസ്സിൽ ഉള്ള പ്യുവറായിട്ടുള്ള ഇൻറ്റൻഷൻസും അതൊക്കെ നോക്കിയിട്ടാണല്ലോ നമ്മളെ അതിനു വേണ്ടിയിട്ട് പഠിച്ചോൻ സെലക്ട് ചെയ്തെന്നുള്ള ആ ഒരു
സന്തോഷമായിട്ടുള്ളൊരു സംഭവങ്ങൾ കുറേ ഉണ്ടായി. പിന്നെ അതായത് ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്കാണ്. അതേപോലെ ഇപ്പോൾ സൗദി അറേബ്യയിൽ ഭയങ്കര ചൂടുള്ള സമയമാണ്. ഭയങ്കര ചൂടെന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കും ആ ചൂട് പാലക്കാടല്ലേ അപ്പോൾ വലിയ ചൂടൊന്നും നമുക്ക് അറിയില്ല. പക്ഷെ ഇത് അങ്ങനെയല്ല. അവിടെയൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരനെ, അതായത് പ്രവാസികളിനൊക്കെ സമ്മതിക്കണം ശരിക്കും പറഞ്ഞാൽ. അത്രയും ചൂട്. നമ്മളിങ്ങനെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ഇങ്ങനെ സ്കിന്നൊക്കെ ഇങ്ങനെ വെന്ത് പോണ പോലെ നമുക്കിങ്ങനെ തോന്നും. അങ്ങനെ പുകയുന്ന പോലെ നമുക്ക് തോന്നും. പക്ഷേ ഒരു അത്ഭുതം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മത്താഫിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ചൂടോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്യില്ല. ഞങ്ങൾ ഇറങ്ങി അവിടെ കാലുകുത്തുന്ന ദിവസം എന്ന് പറയുന്നത് മുഹറം 10 അന്ന് നോമ്പുണ്ട്. അന്ന് വ്യാഴാഴ്ചയായിരുന്നു. സുന്നത്ത് നോമ്പുണ്ട്. പിന്നെ അതുപോലെ മുഹറം നോമ്പ്. പിന്നെ ഫസ്റ്റായിട്ട് കഅബയിലെത്തുന്ന ആ ഒരു ദിവസം അന്ന് ഫുഡ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഉംറ ഫസ്റ്റ് പോയ ഉടനെ നമ്മൾ ഉംറ ചെയ്യും. എയർപോർട്ടിൽ നിന്ന് നമ്മൾ ഇഹ്റാം കെട്ടി. അതിലും ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അമീർ വന്ന് എന്നോട് സ്ത്രീകൾക്ക് എന്താ പറയുക ആ സമയത്തുള്ള കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിയത്ത് ചെയ്തു കൊടുക്കാനും അതിനും വേണ്ടിയിട്ട് എന്നെയാണ് വന്ന് വിളിച്ചത്. ഞാനിങ്ങനെ നെട്ടിപ്പോയി. ചിലപ്പോൾ പഠിച്ചോൻ അതിനും എനിക്ക് സ്പെഷ്യലായിട്ട് കൂലി തരാൻ വേണ്ടിയിട്ട് എന്നെ സെലക്ട് ചെയ്തതായിരിക്കും എന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞങ്ങൾ 2 റക്അത്ത് നമസ്കരിച്ച് വാചകങ്ങളൊക്കെ ചൊല്ലി പിന്നെ അവിടുന്ന് നമ്മൾ ഫ്ലൈറ്റ് കയറി നേരെ സൗദി അറേബ്യയിൽ എത്തുന്നു. മക്കയിലെത്തുന്നു. ഇറങ്ങിയതും ഹോട്ടലിൽ പോയിട്ട് സാധനങ്ങളൊക്കെ വെച്ച് അപ്പം തന്നെ നമ്മൾ ഇറങ്ങുകയാണ്. അപ്പോഴാണ് നോമ്പ് എടുക്കുന്നവർക്ക് എടുക്കാം, പക്ഷേ യാത്രാക്ഷീണം ഉണ്ടെന്നുണ്ടെങ്കിൽ വേണ്ട എന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നി ഈ ഒരു അവസരം ഇനി ജീവിതത്തിൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. മുഹറം 10 നോമ്പ്, സുന്നത്ത് നോമ്പ്, മക്കയിൽ ആദ്യമായിട്ട് കാലുകുത്തുന്ന ആ ഒരു സമയത്ത് ത്വാഫ് ചെയ്യുമ്പോൾ, ഫസ്റ്റ് ഉംറ ചെയ്യുമ്പോൾ നോമ്പോട് കൂടെ ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു ഭാഗ്യം ഉണ്ടല്ലോ. കുറേ അധികം ആരും എടുത്തില്ല. ഒരു 3 പേര് മാത്രമേ നമ്മൾ നോമ്പെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ആ ഒരു ഭാഗ്യം എനിക്ക് കിട്ടി, അൽഹംദുലില്ലാ. അങ്ങനെ അത്താഴമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. നേരെ നമ്മൾ ഇറങ്ങി ആ ക്ലോക്ക് ടവറൊക്കെ ഇങ്ങനെ കാണുകയാണ്. ആ സമയത്ത് ഇങ്ങനെ നടന്ന് നീങ്ങുന്ന സമയത്ത് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെയാണ്. കാരണം തല പൊക്കിയ അപ്പോൾ കഅബ കാണുമ്പോൾ അത് പ്രത്യേകമായിട്ട് കാണണം, കുറേ പ്രാർത്ഥിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ പോവല്ലേ. പക്ഷെ ഇങ്ങനെ നടന്ന് പോകണം, എത്തണില്ല. പള്ളി എത്തി, പക്ഷേ കഅബ കാണാനോ എത്താനോ ഒന്നും പറ്റുന്നില്ല. കാരണം ഇവർ കുറേ തടസ്സങ്ങളൊക്കെ വെച്ചിട്ട് വളഞ്ഞും പൊളഞ്ഞും ഇങ്ങനെ പോകണം. ശരിക്കും എത്ര കിലോമീറ്റർ ഉണ്ട് തോന്നുന്നു അതിൻ്റെ ഉള്ളിലേക്ക് എത്താൻ. പിന്നെ നമ്മൾ എൻ്റർ ചെയ്തത് ബാബുസലാം, അതായത് പ്രവാചകന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡോറാണ് എന്നാണ് പറയുക. ആ വഴി കൂടെയാണ് പ്രവാചകൻ പോയിട്ടുണ്ടായിരുന്നത്. പോണ സമയത്ത് പ്രവാചകൻ്റെ വീട് എവിടെ ഉണ്ടായിരുന്നത് ആ സംഭവങ്ങൾ കാണാൻ പറ്റി. പിന്നെ അങ്ങനെ എൻ്റർ തലയും താഴ്ത്തിയിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേ പോവാണ്. ആ എൻ്റെ എത്തിയതും അങ്ങോട്ട് തല അങ്ങോട്ട് ഉയർത്തി നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീല് അതെനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അതും ഫസ്റ്റായിട്ട് നമ്മൾ കാണുമ്പോൾ എന്താ പറയുക, അത് വേറെ തന്നെ ഒരു ഫീലായിരുന്നു കേട്ടോ. ശരിക്കും ഞാൻ ഇങ്ങനെ ലിറ്ററലി കരയായിരുന്നു. ഒന്നും ദുആ ചെയ്യാനോ ഒന്നിനും പറ്റിയില്ല. അങ്ങനെ വല്ലാത്തൊരു അനുഭൂതിയായിരുന്നു നമുക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ത്വാഫ് സ്റ്റാർട്ട് ചെയ്യാണ്. ത്വാഫ് 7 റൗണ്ടും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇതിൽ കംപ്ലീറ്റ്ലി നമുക്ക് എന്താ പറയുക, വേണ്ട കാര്യങ്ങളൊക്കെ പടച്ചവനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേ നമുക്ക് നടക്കാം. പരലോകത്തിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഇഹലോകത്തിനും വേണ്ടിയിട്ടും നമ്മൾ പ്രാർത്ഥിക്കണം എന്നാണ്. അതായത് റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനത്തൻ, ആ സംഭവമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇഹലോകത്തിനും പരലോകത്തിനും ഒരേപോലെ നമ്മൾ ദുആ ചെയ്യുന്നൊരു സംഭവമാണ്, പ്രാർത്ഥനയാണ് കേട്ടോ അതിലുള്ളത്. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ അടുത്തത് കർമ്മം എന്ന് പറയുമ്പോൾ സഴിയാണ്. ഇതൊക്കെ ഈ ഓരോന്ന് ചെയ്യുമ്പോഴും സഴി ചെയ്യുന്ന സമയത്ത് എന്ന് പറയുമ്പോൾ സഫ മർവ പർവ്വതങ്ങൾക്കിടയിലുള്ള നമ്മുടെ ഓട്ടമാണ്. അതിൽ എൻ്റെ മൈൻഡിൽ ഫുള്ളായിട്ടുണ്ടായിരുന്നത് ഹാജറ ബീവി ആ സഫയുടെയും മർവയുടെയും ഇടയിൽ എത്രത്തോളം പ്രയാസപ്പെട്ടിട്ടാണ് മെൻ്റലി ഫിസിക്കലി മൊത്തം ഡൗൺ ആയിട്ടാണ് ഈ ഓടുന്നത്. നമ്മൾ ഓടുന്നതെന്ന് പറയുമ്പോൾ ഈ മാർബിൾ വിരിച്ച AC ഉള്ള അത്രയും സുഖസൗകര്യമുള്ള റോട്ടിൽ കൂടെയാണ്, മീൻസ് വഴി കൂടെയാണ്. പക്ഷെ ആ കാലഘട്ടത്തിൽ വെറും 2 പർവ്വതങ്ങൾ മാത്രം, കുട്ടീനെ വല്ല നായോ വല്ല ഇതും കടിക്കുമോ എന്ന് പേടിച്ച് ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടിയിട്ട് ഓടി നടക്കുമ്പോൾ അതിലുപരി എന്നെ അട്രാക്റ്റ് ചെയ്ത ഇന്നൊരു കാര്യം എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീ ഓടിയ അവരുടെ ത്യാഗങ്ങളെ അനുസ്മരിപ്പിച്ചുകൊണ്ട് ഈ ലോകത്ത് വിശ്വാസികളായിട്ടുള്ള അത്രയും ആൾക്കാരെ, പുരുഷന്മാർ, സ്ത്രീകൾ, കുട്ടികൾ എന്ന് പറഞ്ഞ പോലെ എല്ലാവരും അവരുടെ ത്യാഗത്തിനെ അനുസ്മരിക്കുന്നതാണ്. അതിലും പ്രത്യേകിച്ച് അപ്പോഴും സ്ത്രീകൾക്ക് അവിടെ വാല്യൂ കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയൊരു ഭാഗമുണ്ട്, ഹജറ ബീവി കുറച്ച് സ്പീഡായിട്ട് ഓടിയ ഭാഗം.
ആ ഭാഗത്ത് പുരുഷന്മാർ സ്പീഡായിട്ട് ഓടണമെന്ന് സ്ത്രീകൾക്ക് അതിൻ്റെ ആവശ്യമില്ല. സോ അതൊക്കെ എന്നെ ഇതാക്കിയത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്ത്രീകൾക്ക് എത്രത്തോളം വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് എന്നുള്ള കുറേ കാര്യങ്ങളൊക്കെ അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറയണത് എന്തിനാന്ന് വെച്ചാൽ ഇതൊരു കണ്ടൻറ്റോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും നിങ്ങൾ കരുതണ്ട. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ഉമ്രയുടെ ഒരുപാട് കാര്യങ്ങൾ വീഡിയോ ചെയ്യാനും വേണ്ടിയിട്ടുണ്ടായിരുന്നു. ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇത് ജസ്റ്റ് എന്നെ കാണുന്ന എൻ്റെ കാര്യങ്ങളൊരു ഇൻസ്പിറേഷനോ അല്ലെങ്കിൽ മോട്ടിവേഷനോ എടുക്കുന്ന ആൾക്കാർക്കും അവരുടെ ഉള്ളിലും ഒരു പ്രതീക്ഷ ഉണ്ടാക്കാനും ഒരു എന്താ പറയുക ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ, അവരും അതുപോലെ നിയത്ത് ചെയ്ത് അവിടെ എത്തിപ്പെട്ടോട്ടെ എന്നും കൂടെ വിചാരിച്ചിട്ടാണ് കേട്ടോ എനിക്കുണ്ടായ ഒരു അനുഭവങ്ങൾ നമ്മൾ പറയണത്. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇപ്പം ഞാൻ അവിടെ നിൽക്കുമ്പോൾ ഇവിടെ ലോകത്ത് എന്താ നടക്കണേ ഏതാ നടക്കണമെന്ന് പോലും എനിക്കറിയില്ല. എൻ്റെ മക്കളായിട്ട് പോലും എനിക്ക് അധികം കോണ്ടാക്റ്റ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ഞാൻ ഒരു ഇൻ്റർവ്യൂവും എവിടെയും ഞാൻ കൊടുത്തിട്ടില്ല. ഇൻ്റർവ്യൂ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വർഷത്തിൻ്റെ മുകളിലായിട്ട് എൻ്റെ പുറകെ ഒരുപാട് ചാനലുകാർ ഇങ്ങനെ ചോദിച്ചിട്ട് നടക്കുന്നുണ്ട്. ഓരോരുത്തർ ഓരോ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഇൻ്റർവ്യൂ കൊടുത്ത് പബ്ലിസിറ്റി കൂട്ടി റീച്ചും കാര്യങ്ങളും കൂട്ടുന്ന സമയത്ത് ഞാൻ ഒരു ഇൻ്റർവ്യൂ പോലും എന്നെ ആരും വിളിക്കണ്ട, എനിക്ക് നോർമലായിട്ട് എൻ്റെ മക്കളോട് സമാധാനത്തോടെ ജീവിക്കണം, അതിന് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്, എന്നെ വലിച്ചു കയറാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ ഇട്ട് തരില്ല എന്ന് പറഞ്ഞ് മാറി നിന്ന ഒരാളാണ്. ചില തെറ്റിദ്ധാരണകൾ എവിടെയൊക്കെയോ വന്നിട്ടുണ്ട്. ഇൻ്റർവ്യൂ ഞാൻ കൊടുത്തിട്ടില്ല, ഞാൻ ഈ ലോകത്തായിരുന്നില്ല. ഓക്കെ, അത് വന്ന ഉടനെ 2 ദിവസം കഴിഞ്ഞിട്ട് ചിലത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി, സങ്കടം തോന്നി. നമ്മൾ എല്ലാറ്റിൽ നിന്നും മാറി ഒരു സമാധാനം തേടി പോകുന്ന സമയത്ത് എന്തിനാ എന്നെ ഇങ്ങനെ വലിച്ചിരുന്നത് എന്നുള്ള പോലെ ഒരു വിഷമമൊക്കെ വന്നു. ജസ്റ്റ് അതിൽ സൂചിപ്പിച്ചു എന്ന് മാത്രം. ആരായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ ആരെയും വിഷമിപ്പിക്കാനോ ഒന്നും എനിക്ക് താല്പര്യമില്ല. എന്നെ ജീവിക്കാൻ സമ്മതിച്ചാൽ മതി. കാരണം എന്നെ ആശ്രയിച്ച് 5 ജീവനുകളുള്ളതാണ്. അവർക്ക് വേണ്ട ബേസിക് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്ത് സമാധാനത്തോടെ പോകാനാണ് ഞാൻ ഈ ഓടി നടക്കുന്നത്. അങ്ങനെ സൈ കഴിഞ്ഞ് മുടി മുറിക്കൽ, എനിക്ക് എല്ലാ കർമ്മങ്ങളും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ചെയ്യാനേ ഇഷ്ടം. അപ്പോൾ ആങ്ങളെ പറഞ്ഞ റൂമിൽ പോയിട്ട് മുടി മുറിച്ചാൽ മതി. ഞാൻ പറയില്ല, എൻ്റെ ഇടയിലാണെങ്കിൽ കത്രികയില്ല. പക്ഷെ അവിടെ നിന്ന് തന്നെ എങ്ങനെയോ കത്രിക സെറ്റാക്കി മുറിച്ചു. പിന്നെ അപ്പോഴേക്കും ഞങ്ങൾ മുറിക്കുന്നത് കണ്ടിട്ട് വേറെ 2-3 സ്ത്രീകൾ വന്ന് എൻ്റെ മുടി മുറിപ്പിച്ച് വെച്ചു. ഞാനാണ് അവിടുത്തെ ബാർബർ ഞാനായിരുന്നു മുടി മുറിച്ച് കൊടുത്തത്. പിന്നീട് അങ്ങോട്ട് എൻ്റെ കൂടെ ഉള്ളവരൊക്കെ മുടി മുറിച്ച് കൊടുത്തത് ഞാനാണ്. ഇതൊക്കെ ഞാനൊരു പുണ്യകർമ്മമായിട്ടാണ് കേട്ടോ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ അഭിമാനത്തോടെ പറയുന്നത്. അങ്ങനെ എൻ്റെ ഫസ്റ്റ് അതിൻ്റെ ഇടയിൽ നമ്മൾ ഒരു 1/4 ഗ്ലാസ് സംസം കുടിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് അത്താഴം അന്നത്തെ. അതിൽ ഏറ്റവും പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഫ്ലൈറ്റൊന്നും ഫുഡ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. 24 hours മേലെ ഫുഡും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ വെറും 1/4 ഗ്ലാസ് സംസം മാത്രം കുടിച്ചിട്ടാണ് ആ ഒരു അത്താഴം. അതും അത്താഴമാണെന്ന് പ്രതീക്ഷിക്കാതെ കുടിച്ചതാണ് സംഭവം. നിയത്തുണ്ടായിരുന്നു എന്തായാലും നോമ്പെടുക്കണം എന്നുള്ളത്. അങ്ങനെയാണ് അന്നത്തെ നോമ്പ്. അതിൻ്റെ പിറ്റേ ദിവസവും ഇത്രയും ത്വാഫും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടും വിശപ്പുണ്ട്, പക്ഷെ ക്ഷീണമില്ല. ഒന്ന് ആലോചിച്ച് നോക്കി, ആ ത്വാഫ് ചെയ്യുന്ന സമയത്തൊന്നും നമുക്ക് ക്ഷീണം എന്നുള്ള ഒരു ഫീലേ ഉണ്ടാവില്ല. നമ്മൾ നോമ്പാണെങ്കിലും നമുക്ക് ഭയങ്കര ഒരു എനർജി ഉള്ള പോലെ ഉണ്ടാവും. വിശപ്പുണ്ടാവും, അതില്ല എന്ന് പറയുന്നില്ല. പക്ഷെ അത്രയും എന്താ പറയുക, അവിടെ നിൽക്കുമ്പോൾ നമ്മുടെ ഒരു ഇതാണ് കേട്ടോ പറഞ്ഞത്. പിന്നെ അതുപോലെ അവിടെ എനിക്ക് സുബഹി കിട്ടി, ലൊഹർ കിട്ടി, അസർ, മഗ്രിബ്, പിന്നെ ഇഷ എല്ലാ നമസ്കാരം കിട്ടി. അതേപോലെ ജുമാ കിട്ടി. ജുമാ കിട്ടാന്ന് പറഞ്ഞാൽ നല്ല കഷ്ടമുണ്ട് കേട്ടോ. നമുക്ക് എൻ്റർ ആവാനേ പറ്റില്ല പള്ളീൻ്റെ ഉള്ളിൽ. കുറച്ച് നമ്മൾ ലേറ്റായിട്ട് പോയി കഴിഞ്ഞാൽ അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ 6:30, അതായത് 6 മണിക്ക് ഇറങ്ങി 6:30 പള്ളിയിലെത്തി അവിടെ നിന്ന് വെയിറ്റ് ചെയ്ത് അവിടെ ഇരുന്ന് നമുക്ക് എത്രത്തോളം നമുക്ക് ദിക്ർ ചെല്ലാൻ പറ്റുമോ, എത്രത്തോളം നമുക്ക് ഖുർആൻ ഓതാൻ പറ്റുമോ, എത്രത്തോളം നമുക്ക് കഅബനെ അങ്ങനെ നോക്കിയിരിക്കാൻ പറ്റുമോ, എത്രത്തോളം തവാഫ് ചെയ്യാൻ പറ്റുമോ, ഇതൊക്കെ ചെയ്ത് നമ്മളവിടെ വെയിറ്റ് ചെയ്തിരുന്ന് അങ്ങനെ നമുക്ക് എന്താ പറയുക ജുമായും അവിടുത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നു അൽഹംദുലില്ലാ. പിന്നെ ഇതിൻ്റെ ഇടയിൽ അതേ പടച്ചോൻ പ്രയാസമുണ്ട്, പ്രയാസം ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, പ്രയാസമുണ്ട്. പക്ഷെ എങ്കിലും അത് പടച്ചോനെ എളുപ്പമാക്കി തന്നിട്ടുണ്ട്. പ്രയാസങ്ങൾ നമ്മൾ പുറത്ത് പറയാൻ പാടില്ല എന്നാണല്ലോ. അതുകൊണ്ട് അത് അവിടെ നിൽക്കട്ടെ, അത് നമുക്ക് പടച്ചോൻ്റെ നിന്ന് കൂലി വാങ്ങേണ്ടതാണ്. പിന്നെ ചിലർ ചോദിക്കും എത്ര ഉംറ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അത് ഞാൻ എണ്ണമൊന്നും പറയുന്നില്ല എത്ര ഉംറ എന്നുള്ളത്. കാരണം അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പടച്ചോൻ പറയാം എത്ര, എന്നാൽ നീ പറഞ്ഞവരോട് പോയിട്ട് അതിൻ്റെ കൂലി വാങ്ങുമെന്ന് പറയും. അത്ര കൊണ്ട് ഞാൻ എണ്ണം പറയുന്നില്ല. എനിക്ക് പുറമെ കുറച്ച് പേർക്കും കൂടെ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് എൻ്റെ ഫാദർ, എൻ്റെ അത്താക്ക് വേണ്ടിയിട്ട് ഞാൻ ഉംറ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ചാച്ചാക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്നെ വേണ്ടാത്ത ഒരാൾക്കും വേണ്ടിയിട്ടും ഞാൻ ഉംറ ചെയ്തിട്ടുണ്ടായിരുന്നു.
ജീവിച്ചിരിക്കുന്ന ആളാണെന്ന് വിചാരിക്കേണ്ട. അല്ല, മരണപ്പെട്ടു പോയ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് നമ്മളെ വേദനിപ്പിച്ചതാണെങ്കിലും എന്താണെങ്കിലും എല്ലാം പൊരുത്തപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് ഞാൻ ആ ഒരു സംഭവം ചെയ്തതിന് പകരമായിട്ട് എനിക്ക് മനസ്സമാധാനമുള്ള ഒരു ലൈഫ് എനിക്കും എൻ്റെ മക്കൾക്കും തരണേ പഠിച്ചോനേ എന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ. പിന്നെ എന്താണ്, അത് കഴിഞ്ഞിട്ട് ഹിറ ഗുഹ പോയ ഒരു സംഭവം പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ലാത്തൊരു അനുഭവമാണ് കേട്ടോ. എനിക്ക് അത് കയറണം എന്നുണ്ടായിരുന്നു, പക്ഷെ അത് അത്രത്തോളം, അതായത് ഉംറ എന്ന് പറയുന്ന കർമ്മം ഇത്രയേ ഉള്ളൂ. ഇത് ഫുൾ ആൻഡ് ഫുള്ളി മക്കയിലാണ് ഉംറയുടെ എല്ലാ കർമ്മങ്ങളും ഉള്ളത്. 4 മീക്കാത്തുകളാണ് ഉള്ളത്. അവിടെ പോയിട്ട് നമ്മൾ ഇഹ്റാം കെട്ടണം. അത് കഴിഞ്ഞാൽ ഫുള്ളി നമ്മുടെ കർമ്മങ്ങൾ മക്കയുടെ ഉള്ളിൽ, ഹറമിൻ്റെ ഉള്ളിലാണ് വരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ മസ്ജിദ് നബവി കാര്യങ്ങളൊക്കെ പോകുന്നത് സിയാറത്താണ്. അതേപോലെ ഹിറ ഗുഹ കാണാൻ പോകുന്നത് എല്ലാം സിയാറത്താണ്. പ്രവാചകൻ്റെ ആ കാൽവഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കുക, പ്രവാചകൻ്റെ ആ ബുദ്ധിമുട്ടുകൾ നമ്മൾ മനസ്സിലാക്കുക, എത്രത്തോളം പ്രയാസപ്പെട്ടിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. ആ ഒരു യാത്രയിലൂടെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഇതൊന്നും ഉംറയിൽ പെട്ട കർമ്മങ്ങളോ ഒന്നും അല്ല കേട്ടോ. അങ്ങനെ ഹിറ ഗുഹയിലേക്ക് പോയപ്പോൾ അതിൻ്റെ പർവ്വതത്തിൻ്റെ മുകളിലാണ് ഈ ഗുഹ ഉള്ളത്. അതിലേക്ക് കയറണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പോകുന്നത്. 3:30ക്കാണ് നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്, അതായത് പുലർച്ചെ 3:30. അന്ന് ജസ്റ്റ് കയ്യിൽ ഒരു ബോട്ടിൽ സംസം വെള്ളം മാത്രമേ ഉള്ളൂ. എന്തെങ്കിലുമൊക്കെ സ്നാക്സ് കരുതണമായിരുന്നു. ഇനി നിങ്ങൾ ആരെങ്കിലുമൊക്കെ അങ്ങനെ ഉംറയ്ക്ക് പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ചില ടിപ്സൊക്കെ ഞാൻ പറഞ്ഞുതരാം. എനിക്ക് എൻ്റെ കോളേജിൻ്റെ ഒരു കുന്ന് പോലെ ഉണ്ട് കേട്ടോ. ജസ്റ്റ് ഒറ്റൊരു കുന്നാണ്. ഇത് ഇങ്ങോട്ട് ഇറങ്ങുമ്പോഴേക്കും എനിക്ക് ശ്വാസം മുട്ടും, കയറുമ്പോഴേക്കും ശ്വാസം മുട്ടും, കാലിലെ മസിലൊക്കെ ഭയങ്കര പെയിൻ ആയിരിക്കും. അപ്പോൾ ഇടയിൽ ഓരോ ഇതിലൊക്കെ ഇരുന്നിട്ടാണ് കയറുക. അതുപോലത്തെ ജസ്റ്റ് ഒരെണ്ണം മാത്രം ഇങ്ങോട്ട് കയറുമ്പോഴേക്കും എൻ്റെ തൊണ്ടയൊക്കെ ഇങ്ങനെ ഒട്ടാൻ തുടങ്ങി, നാവൊക്കെ ഇങ്ങനെ ഒരു ജാതിയായി, ചുണ്ടൊക്കെ കളറ് മാറി, ഞാനിങ്ങനെ തൊങ്ങി. എന്നെക്കൊണ്ട് കഴിയുന്നില്ല, എനിക്ക് പറ്റൂല. ഞാൻ അതിന് മുമ്പ് വയസ്സായവർ കയറാൻ വന്നപ്പോൾ ഇവരൊക്കെ എന്തുദ്ദേശത്തിലാണ് കയറാൻ വന്നത് എന്നൊക്കെ വിചാരിച്ച, പക്ഷെ അവരൊക്കെ കയറി പോന്നിട്ട് ഞാനിങ്ങനെ നിൽക്കണം, എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല. അപ്പം ഞാൻ ചിന്തിച്ചെന്താണെന്ന് വെച്ചാൽ അവിടെ എനിക്ക് വേണമെങ്കിൽ നിർത്തായിരുന്നു. പക്ഷേ ഖദീജ റളിയല്ലാഹു അൻഹ പ്രവാചകൻ ഹിറാ ഗുഹയിൽ ഇരിക്കുന്ന സമയത്ത് 3 ദിവസം കൂടുമ്പോൾ അങ്ങനെ എന്തോ ഫുഡ്, ഇത് ഞാൻ ചരിത്രം പറയണം, അല്ലാണ്ട് ഖുറാൻ ക്ലാസ്സോ ഹദീസോ ഒന്നാലും ഇതൊന്നും പറയാൻ നിനക്ക് യോഗ്യത ഇല്ല എന്ന് പറഞ്ഞിട്ട് ദയവ് ചെയ്ത് ആരും വരരുത്, നിങ്ങളുടെ ദീന് എനിക്ക് എൻ്റെ ദീന്, എൻ്റെ മനസ്സിലേക്കാണ് പഠിച്ചോ നോക്കുന്നത്, കൊണ്ട് അങ്ങനെ പറഞ്ഞാൽ ആരും ബുദ്ധിമുട്ടിക്കരുത്. ഓക്കെ, ആരുടെയും നന്മയും തനിമയും നിശ്ചയിക്കാൻ പഠിച്ചവൻ ഭൂമിയിൽ ഒരാളെയും നിശ്ചയിച്ചിട്ടില്ല എന്നുള്ളതും കൂടെ നിങ്ങൾ ഓർമ്മിക്കണം. അതുകൊണ്ട് എൻ്റെ നന്മയും തനിമയും ദയവ് ചെയ്ത് നിശ്ചയിക്കരുത്. ഖദീജ റളിയല്ലാഹു അൻഹ ആ വയസ്സുകാലത്ത്, അതായത് നമ്മളെ പോലെയുള്ള ഈ ഒരു വയസ്സൊന്നും അല്ല, ഇവരുടെ വിവാഹം കഴിയുന്ന തന്നെ 40 വയസ്സിന് ശേഷമാണ്. അപ്പോൾ ഈ ഭർത്താവിന് വേണ്ടിയിട്ട് ഈ ഫുഡും ഏറ്റി ഈ പർവ്വതം കയറുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. അവിടുത്തെ ആ പർവ്വതങ്ങൾ എന്ന് പറയുമ്പോൾ യാ അല്ലാ, ഇപ്പോൾ നമുക്ക് നടക്കാനും വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് തന്നെ എനിക്കിങ്ങനെ കാല് വഴുക്കുക, ഷൂ വഴുക്കുക, എനിക്ക് കയറാൻ പറ്റുന്നില്ല, എൻ്റെ മസിൽസൊക്കെ ഭയങ്കര പെയിന്. അപ്പം ഇവരെത്രത്തോളം പരസ്പരം സ്നേഹിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ നോക്കുന്നത്. ഖദീജ റളിയല്ലാഹു അൻഹ പ്രവാചകൻ അത്രത്തോളം സ്നേഹിച്ചിട്ടുണ്ട്. അപ്പം ആരെങ്കിലും വന്നിട്ട് കമ്പയർ ചെയ്യണ്ട, പ്രവാചകൻ അത്രത്തോളം സ്നേഹിച്ചത് കൊണ്ടാണ് തിരിച്ചും അതേപോലെയുള്ള സ്നേഹം അങ്ങോട്ട് കൊടുക്കാൻ കഴിയുന്നത്. ഓക്കെ, അപ്പം ഇവർ പരസ്പരമുള്ള ആ ഒരു സ്നേഹത്തിൻ്റെയും ആ ഒരു ബോണ്ടിങ്ങിൻ്റെയും ആ ഒരു വാല്യൂ തിരിച്ചറിയുന്നതിൻ്റെയും എല്ലാം ഒരു ഇത് ഞാൻ അവിടെ മനസ്സിലാക്കണം. അപ്പം എനിക്ക് തോന്നി അവരനുഭവിച്ച ആ ഒരു വയോധികയായിട്ടുള്ള നമ്മുടെ മാതാവ് എന്നറിയപ്പെടുന്ന അവരനുഭവിച്ച ആ വേദന ഞാനും അനുഭവിക്കണം. ആ വേദന അല്ല കേട്ടോ, അതിൻ്റെ ഒരു പെർസെൻറ്റേജ് ഉണ്ടാവുള്ളൂ നമ്മൾ അനുഭവിക്കുന്നത്. അവർ ആ കാലഘട്ടത്തിൽ വെറും മരുഭൂമി, ചൂടും കാര്യങ്ങളും, ഈ കല്ലുകളൊക്കെ താണ്ടിക്കയറി ഈ ഫുഡ് എടുത്തിട്ട് ഈ ഇത്രയും മുകളിൽ കയറുക പറഞ്ഞാൽ ഇമ്പോസിബിൾ. നമ്മളെപ്പോലെയുള്ളവർക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു സംഭവമാണ് അവർ കയറിയിട്ടുള്ളത്. എന്നിട്ട് ഇവരിത് കയറി അതിനകത്ത് പോയി ഫുഡ് കൊടുത്ത് ഇതുപോലെ 3 ദിവസം കൂടുമ്പോൾ കൊടുക്കുന്ന പറഞ്ഞിട്ടുള്ളത്. ചിലർ പറഞ്ഞു 3 നേരം കൊണ്ട് കൊടുക്കുന്നു. 3 നേരം കൊണ്ട് കൊടുക്കാൻ പറ്റില്ല, അത് പ്രാക്ടിക്കൽ അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കയറാൻ വേണ്ടി മാത്രം ഇപ്പം തന്നെ നമുക്ക് 2 മണിക്കൂർ വേണം. അപ്പം എത്ര മണിക്കൂർ വേണ്ടി വന്നിട്ടുണ്ടാവും ആലോചിച്ച് നോക്കിക്കേ. അതും ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര സ്റ്റെപ്സ് ആണുള്ളത് എന്നുള്ളത്. 1700 എത്രയോ സ്റ്റെപ്സ് ആണ് ഇപ്പം നമുക്ക്
ഈ സൗകര്യം ഉണ്ടാക്കിയ സമയത്ത് പോലും കയറാനുള്ള ആ സ്റ്റെപ്സ് എന്ന് പറയുന്നത് 2 മണിക്കൂർ എടുത്തു നമ്മൾ അതിൻ്റെ മേലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അത് കുറേ നടന്ന് 3:30 നടന്നിട്ട് സുബൈ ബാങ്ക് കൊടുക്കുമ്പോൾ ഒരു പൊസിഷനിലെത്തി. അപ്പം ഞാൻ വിചാരിച്ചു അവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്, അല്ല അങ്ങനെ ഇങ്ങനെ എത്തി എന്ന് വിചാരിച്ചിട്ട്. അപ്പോഴാണ് എൻ്റെ കൂടെയുള്ള കുട്ടി പറയുന്നത്, സമാധാനിക്കുന്നുണ്ട്, അതിൻ്റെ മുകളിലുണ്ട്. നോക്കിയപ്പോൾ ഉണ്ട് ഇനി വേറൊരു പർവ്വതം, അതേപോലെ ഹൈറ്റിൽ, എന്താ പറയുക, ഭയങ്കര ഹൈറ്റിൽ ഒരു പർവ്വതമുണ്ട്. അത് കയറിയിട്ട് വേണം ഹിറാ ഗുഹയിൽ എത്താനെന്ന്. ഞാൻ എൻ്റെ മനസ്സൊക്കെ വിട്ടു, എനിക്ക് എങ്ങനെ പഠിച്ചോനെ ഇത് കയറാൻ പറ്റാന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഞാൻ ഒരു 10 സ്റ്റെപ്പ് കയറും, ഞാൻ അവിടെ എവിടെയെങ്കിലും ഏതെങ്കിലും കല്ലിൻ്റെ പുറത്തിരിക്കും. പിന്നെയും 10 സ്റ്റെപ്പ് കയറും, വീണ്ടും കല്ലിൻ്റെ പുറത്തിരിക്കും. ഇതിൻ്റെ ഇടയിലൊക്കെ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ കയറുന്നതും. ഖദീജ റളിയല്ലാഹു അൻഹയുടെ ആ ഒരു ത്യാഗം നമ്മളിങ്ങനെ മനസ്സിലാക്കുകയാണ്. അങ്ങനെ അറ്റ് ലാസ്റ്റ് അതിൻ്റെ മുകളിലെത്തിയപ്പോൾ നമ്മൾ അത്രയും നേരം കയറിയത് എൻ്റെ വേദനയോ പ്രയാസങ്ങളോ എല്ലാം തന്നെ വാനിഷായി പോവാണ്. മറന്നു, കംപ്ലീറ്റ്ലി എല്ലാം മറന്നിട്ട് എന്തോ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അച്ചീവ് ചെയ്തു, നമ്മൾ എവറസ്റ്റ് കീഴടക്കിയ ഒരു ധൈര്യം, ഇനി എൻ്റെ ലൈഫിൽ എന്ത് തന്നെ സംഭവിച്ചാലും എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ധൈര്യം അതിൻ്റെ മുകളിൽ കയറിയപ്പോൾ കിട്ടി, അൽഹംദുലില്ലാ. എന്നിട്ട് ഈ മുകളിൽ കയറിയതിന് ശേഷം കുറച്ചിങ്ങനെ ഇറങ്ങിയിട്ട് അതിൻ്റെ പുറകിലേക്ക് ഇങ്ങനെ ഇറങ്ങണം നമ്മൾ, എന്നിട്ടാണ് ഹിറാ ഗുഹ ഉള്ളത്. അപ്പോൾ ഹിറാ ഗുഹയിലേക്ക് ഇങ്ങനെ കയറുന്ന സമയം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും പ്രവാചകൻ്റെ കാലടി പതിഞ്ഞ ഭാഗങ്ങളായിരിക്കും. കാരണം അതിലിങ്ങനെ വളഞ്ഞും പുളഞ്ഞും ഇങ്ങനെയൊക്കെ 2 വഴിയാണ് ഉള്ളത്. അതിലൊരു വഴിയിൽ ഒരു സ്റ്റെപ്പ് വെക്കാനുള്ളത് മാത്രമേ. അപ്പം ഞാനിങ്ങനെ അവിടെ കാല് വെച്ചിട്ട് പറയാണ്, പ്രവാചകൻ്റെ കാല് എന്തായാലും പതിഞ്ഞ സ്ഥലമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ അതിനകത്തേക്ക് പോയി നോക്കിയപ്പോൾ ഒരു ചെറിയൊരു സ്പേസ്, അതിലൊരു മുസല്ല ഇങ്ങനെ വിരിച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അവിടെയാണ് പ്രവാചകൻ ഏകാന്തനായിട്ട് ഇങ്ങനെ പോയി നുബുവത്ത് കിട്ടുന്നതിന് മുമ്പൊക്കെ ഇരുന്നിട്ടുള്ളത്. അവിടെ നിന്ന് കഅബ കാണാൻ പറ്റും എന്നാണ് പറയുന്നത്. അതാണ് ഇങ്ങനെ നോക്കിയിട്ടിരിക്കുക എന്നൊക്കെ എന്തൊക്കെ നമ്മൾ കേട്ടിട്ടില്ല. അപ്പോൾ മുസല്ല ഉണ്ടായിരുന്നു. വേഗം പ്രവാചകൻ മുസല്ലയിലല്ല അവിടെ നിന്ന് സുജൂദ് ചെയ്തിട്ടുണ്ടാവുക. അതായത് ഖുറാൻ്റെ ഫസ്റ്റ് ആയത്തിറങ്ങുന്നത് ജിബ്രീൽ വന്നതും ആ ഇഖ്റ എന്നാണ്, അതായത് വായിക്കുക എന്നാണ് പറയുന്നത്. നമ്മുടെ പഠനത്തിൻ്റെയൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻസ് എവിടെയൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഈ മുസല്ല ഞാൻ മടക്കി വെച്ചിട്ട് ഞാൻ അവിടെ സുജൂദ് ചെയ്ത് എൻ്റെ നെറ്റി കറക്റ്റ് ആ മണ്ണിലേക്ക് പതിപ്പിച്ചു. എന്നിട്ട് അവിടെയുള്ള ആ ഒരു പാറകളൊക്കെ ഉണ്ടല്ലോ, ഞാനങ്ങനെ ഹഗ് ചെയ്ത്. എനിക്ക് ഹഗ് ചെയ്യാൻ ആരൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതിലൊക്കെ എന്തോ നല്ല മണം, അവരെന്തൊക്കെയോ ഇങ്ങനെ തേച്ചിട്ടുണ്ടാവും, അതിൻ്റെ മണമാണ്. അങ്ങനെ ആ പാറകളിലേക്ക് ഒന്ന് ഹഗ് ചെയ്ത് എൻ്റെ മേലേക്ക് ഫുള്ളായിട്ട് അങ്ങനെ തേച്ച്, മുഖത്തേക്ക് ഇങ്ങനെ കൈ കൊണ്ടൊക്കെ തേച്ച് അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി. തിരിച്ചു വരുന്ന സമയത്ത് നമ്മുടെ ഒരു ഫോളോവറെ ഇതുപോലെ ഉംറ ചെയ്യാൻ വന്നവർ ആ ഗുഹൻ്റെ അവിടെ വെച്ച് ഞാൻ കാണുകയാണ്. അവർ പറയണം, പഠിച്ചോനെ ഞാൻ അത്രയും പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ സിലുവിനെ ഒന്ന് കാണിച്ചു തരണേന്ന് പറഞ്ഞിട്ട്, അതാണ് ഈ ഹിറാ ഗുഹയിൽ തന്നെ കാണിച്ചു തന്നത് പറഞ്ഞിട്ട്. അവർ അത്രത്തോളം പ്യുവറായിട്ടുള്ള സ്നേഹമായിരുന്നു കേട്ടോ. അവർ വേഗം എന്നെ കെട്ടിപ്പിടിച്ച് എൻ്റെ ഇവിടെയൊക്കെ ഉമ്മയൊക്കെ തന്ന്. അപ്പോൾ നമ്മൾ സ്നേഹിക്കുന്നവരെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങുമ്പോഴും അത്യാവശ്യം പ്രയാസമുണ്ട്, പക്ഷെ കയറുന്ന അത്ര പ്രയാസമൊന്നുമില്ല. ഞാൻ ഷൂ ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഷൂ നന്നായിട്ട് വഴുക്കുണ്ടായിരുന്നു. എൻ്റെ കാലുകൾ അതിനകം വിറയ്ക്കാൻ തുടങ്ങി. അതായത് എനിക്ക് പ്രോപ്പറായിട്ട് എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല, 2 കാലും ഷിവർ ചെയ്യാണ്. അടുത്തുള്ളവർക്കൊക്കെ കാണുന്നുണ്ട് കാല് ഷിവർ ചെയ്യണത്. അപ്പം അങ്ങനെയൊക്കെ ഒരു വല്ലാത്തൊരു അനുഭവമായിരുന്നു കേട്ടോ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മളതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. നല്ല പ്രയാസമുണ്ട്, ഞാനിപ്പോൾ തന്നെ പറയാം. ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഹാർട്ടിന് പ്രോബ്ലം, കംപ്ലൈൻറ്റ് കാര്യങ്ങളുള്ളവർ കയറാതിരിക്കുന്നതാണ് നല്ലത്. ബട്ട് കുറച്ചെങ്കിലും ആരോഗ്യം ഉണ്ടെങ്കിൽ, നമ്മുടെ പണ്ട് കാലത്തൊരു ചിന്തയാണ് ഉംറ ഹജ്ജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ബാധ്യതകളും തീർന്ന് നമുക്ക് ഇനി ഒന്നുമില്ല ജീവിതത്തിൽ ചെയ്യാൻ എന്ന് പറഞ്ഞാൽ ചണ്ടി ആയതിനു ശേഷം നമ്മൾ പോവാന്നുള്ളത്. നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. എത്രത്തോളം ഇമ്മീഡിയറ്റ് ആയിട്ട് ആരോഗ്യം, നിങ്ങൾക്ക് ബാധ്യതകളൊന്നുമില്ല, സാമ്പത്തികമായിട്ട് നിങ്ങൾ ഓക്കെ ആണ് എന്ന് തോന്നുന്ന ആ നിമിഷം നിങ്ങൾ ഒരു എമൗണ്ട് മാറ്റി വെച്ചിട്ട് ഇതിനു വേണ്ടിയിട്ട് പോകണം. ആരോഗ്യമുള്ളവർക്ക് പറഞ്ഞതാണ് ഉംറയും ഹജ്ജും. സോ ആരോഗ്യം നശിക്കുന്നവരെ വെയിറ്റ് ചെയ്ത് അവിടെ പോയിട്ട് പ്രയാസപ്പെടാൻ നിൽക്കരുത്. അതിനു മുമ്പേ നിങ്ങൾ മാക്സിമം അവിടേക്ക് എത്താൻ ശ്രമിക്കുക. നിയത്ത് ആദ്യം നമ്മൾ നമ്മുടെ മനസ്സിൽ ചിന്തിക്കണം നമുക്ക് പോകണം എന്നുള്ളത്. ഇത് ഞാൻ പോകണം എന്ന് വിചാരിച്ചത് ഇന്നോ ഇന്നലെയോ അല്ല. കുറേ ഒരു 10-15 കൊല്ലങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു മാല വിറ്റിട്ട് 2 ആളും കൂടെ പോകണമെന്ന് വിചാരിച്ച ആ ഒരു സംഭവമാണ്. പക്ഷേ റബ്ബ് എനിക്കാണ് ആ ഒരു ഇൻവിറ്റേഷൻ തന്നിട്ടുള്ളത്, വിളി തന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് അന്ന് അത് നടക്കാതിരുന്നത്. അന്ന് എൻ്റെ ഒരുപാട് പൈസ ഉണ്ടായിട്ടൊന്നുമില്ല, പക്ഷെ എൻ്റെ മാല വിറ്റിട്ടാണെങ്കിലും എനിക്ക്
രണ്ടാളും കൂടെ പോകണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. പക്ഷെ അതിനും വേണം ഒരു യോഗം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ദുനിയാവിലുള്ള ബാക്കിയുള്ള കാര്യങ്ങൾക്ക് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കണമുണ്ട്, നമ്മളല്ല കൊടുത്തത് കൊണ്ട് അത് നടന്നില്ല. ബട്ട് അല്ല എന്നെ ഈ സമയത്ത് അതിനെ ചൂസ് ചെയ്തത് നല്ലൊരു റൈറ്റ് ടൈമും കൂടെ ആയിരുന്നു. എനിക്ക് ഒരുപാട് കരയാനും ഇതുവരെ ഞാൻ പുറത്ത് ആരോടും പറയാൻ പോലും പറ്റാത്ത എൻ്റെ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ പറഞ്ഞ് കരയാനും അങ്ങനെ പടച്ചവനായിട്ട് നമ്മൾ അടുത്തിട്ടുള്ള ഒരു നിമിഷങ്ങളിൽ സന്തോഷം കൊണ്ട് പറയാണ് കേട്ടോ. പടച്ചവനോട് ഒരുപാട് അങ്ങനെ പറയാനൊക്കെ പറ്റി. ഇതിൻ്റെ ഇടയിൽ അതിനേക്കാളും വലിയൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ആരെയും കാണണ്ട, സംസാരിക്കണ്ട, എനിക്ക് ഈ ബാധത്ത് മാത്രം ചെയ്താൽ മതി എന്ന് വിചാരിക്കുമ്പോൾ വയസ്സായ ആരെങ്കിലുമൊക്കെ വന്ന് എനിക്ക് ഏറ്റെടുക്കേണ്ടി വരുമോ പഠിച്ചോരെ എന്നുള്ള പേടിയൊക്കെ ഉണ്ടായിരുന്നു. അതൊരു കോമഡി ആയിട്ടുള്ളൊരു സംഭവമാണ്. പക്ഷേ അപ്പുറത്ത് നിന്ന് ഒരാൾ പ്രാർത്ഥിക്കാൻ, പഠിച്ചോനെ എനിക്ക് മോളെ പോലെ എന്നെ നോക്കുന്ന നല്ലൊരു ആരെങ്കിലും ആരോഗ്യമുള്ള ഒരാളെ എനിക്ക് തരണേന്ന് പറഞ്ഞിട്ട് ഒരു ഉമ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പഠിച്ചോ കറക്റ്റായിട്ട് എന്നെ അത് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ എന്താ പറയുക, അവിടുത്തെ എൻ്റെ ഉമ്മ ജമീലുമ്മാനെ എനിക്കങ്ങോട്ട് തന്നു. പിന്നെ ജമീലുമ്മാൻ്റെ കാര്യങ്ങൾ ഓരോന്ന് പറഞ്ഞ് നോക്കാനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടിയെന്ന് വേണം പറയാൻ. ഞാൻ എന്തുകൊണ്ട് ഈ ഭാഗ്യം എന്ന് പറയണമെന്ന് വെച്ചാൽ, നമുക്ക് ഈ കഅബ തൊടാൻ കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായും എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടിയിട്ടായിരിക്കും ഞാൻ പ്രാർത്ഥിക്കുക അല്ലേ. പക്ഷെ ജമീലുമ്മ കഅബയിൽ പോയി കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചത് എനിക്ക് വേണ്ടിയിട്ടായിരുന്നു. പിടിച്ച് എൻ്റെ മോളുടെ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണേ റബ്ബേ എന്ന് പറഞ്ഞിട്ട് ആളുള്ളൊരു പ്രാർത്ഥന കിട്ടാനും വേണ്ടിയിട്ട് റബ്ബ് എനിക്കൊരു ഭാഗ്യം തന്നിട്ടുണ്ടായിരുന്നു. ജമീലുമ്മാൻ്റെ കാര്യമൊക്കെ ഭയങ്കര കോമഡി ആയിരുന്നു. ആള് നോമ്പെടുക്കണം എന്ന് പറയും, ഞാൻ സമ്മതിക്കൂല, കാരണം തീരെ ആൾക്ക് വയ്യായിരുന്നു. അപ്പം ഞാൻ വയ്യാത്ത കാര്യത്തിന് എന്തിനാ നിൽക്കണമെന്ന് ചോദിക്കും. ഇല്ല എനിക്ക് നോമ്പെടുത്തേ മതിയുള്ളൂ. ഞാൻ പറഞ്ഞു ഞാൻ സമ്മതിക്കൂല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ ആയിട്ടാണ് പോയത്. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ നോമ്പെടുത്തപ്പോൾ ഞാൻ പറഞ്ഞു ചൊവ്വാഴ്ച എന്ത് നോമ്പാണ് ഉള്ളത്, നിങ്ങൾ എന്തിനാ ചൊവ്വാഴ്ച നോമ്പെടുക്കുന്നത്? അപ്പം ഇല്ല മോളെ എനിക്കൊരു നെയ്യത്താണ്. ഞാൻ പറഞ്ഞു നെയ്യത്താണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് ഒരു നോമ്പിന് പകരം ഒരു 2-3 ലക്ഷം നോമ്പ് കിട്ടിയാൽ വേണ്ടാന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്താണെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഹറമിൽ നോമ്പ് ഉറപ്പിക്കാം. അപ്പോൾ അതെങ്ങനെയെന്നായി. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ ഇവിടെയുള്ള ഫ്രൂട്ട്സ് കാര്യങ്ങൾ എല്ലാവരിലുള്ള കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്തിട്ട്, ജമീലുമാരെ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു, പിന്നെ എൻ്റെ കുറച്ച് നട്ട്സും ഈത്തപ്പഴമൊക്കെ ഉണ്ടായിരുന്നു, ഇതെല്ലാം കൂടെ ഒരു കവറിലാക്കിയിട്ട് നമുക്ക് നോമ്പുറപ്പിക്കാമെന്ന് പറഞ്ഞ് എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്ത് അവിടെ കൊണ്ടുപോയി അവിടെയുള്ള നോമ്പുള്ള ആൾക്കാർക്കൊക്കെ വിതരണം ചെയ്ത് അങ്ങനെ നോമ്പുറപ്പിക്കാനുള്ള ഭാഗ്യവും കിട്ടി. അൽഹംദുലില്ലാ. അങ്ങനെ പറഞ്ഞാൽ തീരാത്ത ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഹജറുൽ അസ്വദിൻ്റെ കാര്യം, അത് ഇൻഷാ അല്ലാഹ് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. ശരിക്കും ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയ, എനിക്ക് തന്നെ മിറാക്കിളായിട്ട് തോന്നിയ ഒരു അനുഭവമായിരുന്നു. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കത് കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം. അങ്ങനെ 10 ദിവസമായിരുന്നു നമ്മൾ ഹറമിലുണ്ടായിരുന്നത്. ഈ ദിവസങ്ങളിലൊന്നും തന്നെ ഞാൻ അവിടുത്തെ കാര്യങ്ങൾ ആരോട്ടും ഷെയർ ചെയ്യാനോ പോസ്റ്റ് ചെയ്യാനോ ഒന്നും തന്നെ നിന്നിട്ടില്ല. അവിടെയുള്ള ഒരുപാട് പേര്, ചിലരൊക്കെ എന്നെ വ്ളോഗർ എന്നാണ് കേട്ടോ അവിടെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വ്ളോഗറെ ഞങ്ങൾ വീഡിയോ എടുക്കുന്നില്ലേ, ഞങ്ങളെയൊക്കെ കാണുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു വീഡിയോ എടുക്കാനല്ല വന്നത്, അതുകൊണ്ട് ഞാൻ ഇതൊന്നും വീഡിയോ എടുക്കില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഉള്ള ചില ഫോട്ടോസൊക്കെ അവരെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഫോട്ടോ എടുത്ത് തരുമോ ഹറമിൻ്റെ മുമ്പിൽ വെച്ചിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാനൊന്നും തന്നെ എൻ്റെ സ്റ്റാറ്റസിൽ പോലും ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ കഅബയിലുണ്ട് എന്നുള്ളത് അറിയിക്കാനോ പിടിക്കാനോ ഒന്നും. പിന്നീട് വേറൊരു വീഡിയോൻ്റെ ഒരു തമ്മിലും പിന്നെ ഒരു ഇത് മാത്രമാണ് ഫോട്ടോ ഇട്ടത്. അതെൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇട്ടതായിരുന്നു കേട്ടോ. അപ്പോൾ ചിലരെങ്കിലും കണ്ടൻറ്റിന് വേണ്ടി അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ കണ്ടൻ്റ് ഒന്നുമില്ല, ജസ്റ്റ് ഫോട്ടോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ആരാണെങ്കിലും ഫോട്ടോ എടുക്കും. പിന്നെ അവിടെ വരുന്ന ആൾക്കാർ ഈ തവാഫ് ചെയ്യുന്ന സമയത്ത് പോലും ക്യാമറയും വീഡിയോയും ഓണാക്കി പലതും കാണിക്കുന്നുണ്ട്. ആ ഒരു ഇതിലാണ് നമ്മളൊന്നും ചെയ്തില്ലെങ്കിലും നമ്മളെ എങ്ങനെയെങ്കിലും കുറ്റം കണ്ടെത്താൻ വേണ്ടി നിൽക്കുന്ന കുറേ ആൾക്കാർ കേട്ടോ. അപ്പം ഞാൻ തവാഫ് ചെയ്യുന്ന സമയത്ത് ഒരാളുടെ ഫോൺ ഞാൻ ഇങ്ങനെ മാറ്റി വിട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ എൻ്റെ കൈ ഇങ്ങനെയാണ്, എൻ്റെ കയ്യിൽ 2 ആൾക്കാർ പിടിച്ചിട്ടുണ്ടാവും. ഇവർക്ക് മിസ്സായി കഴിഞ്ഞാൽ തിരിച്ച് റൂമിലേക്ക് എത്താൻ പറ്റില്ല. ഒരുപാട് ഡോറുകളും ഒരുപാട് വഴികളും ഉള്ളതാണ്, അവരവിടെ കുടുങ്ങിപ്പോവും. അപ്പോൾ ഈ കയ്യിൽ ജമീലും ഉണ്ടാവും, ഈ കയ്യിൽ ടീച്ചറോ അല്ലെങ്കിൽ ഫാത്തിം താത്തി ആരെങ്കിലും ഇങ്ങനെ ടൈറ്റ് ചെയ്ത് തന്നെ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ എൻ്റെ കൈ ഇങ്ങനെയാണ്, എൻ്റെ കയ്യിൽ വേറെ സാധനങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഞാനിങ്ങനെ കൈ ഇങ്ങനെ നിർത്തിയിട്ട് ഇങ്ങനെ നോക്കിയിട്ട് തന്നെ തവാഫ് ചെയ്യുമ്പോൾ ഫുള്ളി എൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കും, കൈ ഇങ്ങനെ ഇരിക്കും ദുആ ചെയ്തിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ചിലരൊക്കെ ഇങ്ങനെ
ഫോണൊക്കെ ചിലപ്പോൾ ആർക്കും കാണിച്ചു കൊടുക്കായിരിക്കും, ചിലപ്പോൾ ലൈവായിരിക്കും, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഞാൻ ജസ്റ്റ് ഇങ്ങനെ മാറ്റിയിട്ടൊക്കെ പോയിട്ടുണ്ട്. ഈ സമയങ്ങളിലൊന്നും ഞാൻ ഈ സാധനങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല, എൻ്റെ ബാഗിൽ നിന്ന് പോലും എടുത്തിട്ടില്ല. എന്നിട്ട് ഗ്രൂപ്പിലുള്ളവർ ഒന്ന് ഫോട്ടോ എടുക്കുമോ ഒന്ന് വീഡിയോ എടുക്കുമോ ഗ്രൂപ്പിലിടാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഇട്ട് തുടങ്ങിയത്. ഹറമിൽ നിന്ന് ഇറങ്ങി വന്നതിന് ശേഷം ചില കാര്യങ്ങൾ കണ്ടപ്പോൾ നിങ്ങളെപ്പോലെയുള്ളവർക്ക് കാണിച്ചു തരണം എന്ന് തോന്നി. അതായത് ബദ്ർ യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിക്കാനും വേണ്ടിയിട്ട് പ്രവാചകനെയും അനുയായികളെയും സഹായിക്കാൻ വേണ്ടിയിട്ട് മലായിക്കത്തുകളെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അവരിറങ്ങി ആ ഒരു പർവ്വതമൊക്കെ കണ്ടപ്പോൾ എന്ത് ഭംഗിയാണെന്നറിയോ. അപ്പോൾ അതെല്ലാവർക്കും കാണാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതുപോലെയുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം. പിന്നെ ഉംറ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇൻസ്റ്റയിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഏതെടുത്തത് ഹിറാ ഗുഹൻ്റെ ആ കുറച്ച് കാര്യങ്ങൾ, ഹിറാ ഗുഹ എങ്ങനെയുള്ളത് ആ ഒരു സംഭവം കുറച്ചൊന്ന് ചെറിയ ക്ലിപ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്നും വലിയ കണ്ടൻ്റ് ആക്കി ഇടാനും വേണ്ടിയിട്ടല്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ മദീനയിലേക്ക് ആണ് പോകുന്നത്. മസ്ജിദ് നബവി, അതായത് റൗള നമ്മൾ സന്ദർശിക്കാനും വേണ്ടിയിട്ട് പോണത്. അതും വല്ലാത്തൊരു അനുഭവങ്ങളായിരുന്നു. നമ്മൾ അവിടെ എത്തിയതും അവിടെ എത്തി പ്രവാചകന് സലാം പറഞ്ഞതും. നിങ്ങൾ ഓരോരുത്തരും എന്നോട് സലാം പറയാൻ ഏൽപ്പിച്ച എല്ലാവർക്കും വേണ്ടിയിട്ട് സലാം പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് നമസ്കരിക്കാൻ പറ്റി, റൗളയിൽ പ്രവാചകനോട് സലാം പറയാൻ പറ്റി. പിന്നെ അത് കഴിഞ്ഞിട്ട് മിറാക്കിൾ എന്ന് പറയുന്ന പോലെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായി. പഠിച്ചവൻ അവിടെ തന്നെ എൻ്റെ പ്രാർത്ഥനകൾ കുറേയൊക്കെ സ്വീകരിച്ച പോലെ എനിക്ക് കുറച്ച് വർക്ക് കിട്ടാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് കുറച്ച് പ്രയാസത്തിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മുമ്പും പ്രയാസം തന്നെയായിരുന്നു. ആ പ്രയാസങ്ങളൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ മിറാക്കിൾ പോലെ ശരിയാവുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഈ വീട് നമ്മൾ വെക്കാനും വേണ്ടിയിട്ട് വെച്ചിരുന്നതാണ്. ഇതിൻ്റെ ടൈം ഇനിയിപ്പോൾ എൻ്റെ മുന്നിൽ 1 മാസം മാത്രമേ ഉള്ളൂ രജിസ്ട്രേഷൻ ചെയ്യാനും വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വേറെ കുറച്ച് പ്ലാനൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നടക്കാതായപ്പോൾ ഞാൻ ഈ വീട് സെയിൽ ചെയ്യാമെന്നുള്ളൊരു ഐഡിയയിലായിരുന്നു. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വീട് വാങ്ങാൻ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക. പക്ഷെ ടൈം കുറച്ചേ ഉള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ഞാനിത് ഇൻഷാ അല്ലാഹ് രജിസ്ട്രേഷൻ ചെയ്യും എങ്ങനെയെങ്കിലും. ഈ വെറുതെ റിസ്ക് എടുക്കണ്ട, എനിക്കിനി കൂടുതൽ ഓടി നടക്കാൻ വയ്യ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വിൽക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ഓടി നടക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് വാങ്ങാൻ മീൻസ് കുറച്ച് കടം എടുത്തിട്ട് പിന്നെ ആ കടം വീട്ടാൻ ഞാനിങ്ങനെ പണ്ടത്തെ പോലെ ഇങ്ങനെ ആദ്യം തൊട്ട് ഊണും ഉറക്കമൊന്നും ഇല്ലാതെ ഓടി നടക്കണം. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് വിറ്റിട്ട് ഒന്നും അറിയണ്ട, സന്തോഷം ഉണ്ടാവില്ല, സമാധാനത്തോടെ ജീവിക്കാമെന്ന് വിചാരിച്ചത്. ഇൻഷാ അല്ലാഹ് ഏതാ പഠിച്ചോൻ നിശ്ചയിച്ചിരിക്കുന്നത് എന്നുള്ളത് പറയാൻ പറ്റില്ല. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോൾ സൗദിയിൽ നിന്നാണെങ്കിലും പ്രൊമോഷൻ വർക്കാണെങ്കിലും ഒക്കെ കുറേ വരുന്നുണ്ട്. നമ്മളിപ്പോൾ എന്താ പറയുക, ഇന്ത്യൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഉള്ളിൽ എന്നുള്ളതിന് പുറമേ നിന്നും ഒരുപാട് എൻക്വയറി കാര്യങ്ങളുണ്ട്. പിന്നെ സൗദിത്തെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ വീഡിയോസ് കാണുന്ന കുറച്ച് പേർക്കെങ്കിലും ഞാൻ അവിടെ ഉണ്ട് എന്നുള്ളത് അറിഞ്ഞ് എന്നെ കാണാൻ വന്ന കുറച്ച് പേരുണ്ട്. ഒരുപാട് താങ്ക്സ് ഉണ്ട്. അത്രത്തോളം സ്നേഹത്തോടെ നമുക്ക് ഗിഫ്റ്റ് വാങ്ങിയിട്ട് വരാനും നമ്മുടെ മക്കൾക്ക് കൊടുക്കാനും ഈത്തപ്പഴം വാങ്ങിയിട്ട് വരാനും ബാക്കിയുള്ള സാധനങ്ങൾ വാങ്ങാൻ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഒരു 2-3 പേരുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി നമുക്ക് അവർ തരുന്ന ആ ഒരു വാല്യൂ കാര്യങ്ങൾ. പിന്നെ ഇവിടെ വന്നതിന് ശേഷമാണ് സൗദിയിലും ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ, സൗദിയിൽ മീൻസ് ജിദ്ദ, റിയാദ്, ഷറഫ് ഇതുപോലെയുള്ള സ്ഥലത്തു നിന്നൊക്കെ ഒരുപാട് പേര് അയ്യോ ഇത്ത വന്നത് അറിഞ്ഞില്ല, കുറച്ച് മുമ്പ് പറയായിരുന്നു ഞങ്ങൾക്ക് കാണണമെന്നുണ്ടായിരുന്നു, ഗിഫ്റ്റ് വാങ്ങി തരണമെന്നുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒത്തിരി സന്തോഷമുണ്ട്. കണ്ടവരോടും കാണാൻ വേണ്ടി കാത്തിരുന്നവരോടും ഇനി കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവരോടും എല്ലാവരോടും. ഇൻഷാ അല്ലാഹ് ഇനി അങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ കൂട്ടി പറഞ്ഞ് പോസ്റ്റൊക്കെ ഇട്ട് ഒക്കെ തന്നെ വരാം. പക്ഷേ ഈ ഒരു യാത്ര എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി പ്രൈവറ്റായിട്ട് ഞാൻ വെച്ചൊരു സംഭവമായിരുന്നു. അതുകൊണ്ടാണ് ആർക്കും അറിയാതിരുന്നത്. അവസാനം മക്കയിൽ നിന്നും മദീനയിൽ നിന്നും പുറത്ത് വന്നതിന് ശേഷമാണ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മീൻസ് ഞാൻ ഇന്ന ഭാഗത്താണ് ഉള്ളത് എന്നുള്ള പോലെ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തത്. അങ്ങനെയാണ് പലർക്കും അറിഞ്ഞത്. പിന്നെ അതിന് ശേഷം ഒരു ദിവസം ഞാൻ ജിദ്ദയിലുണ്ടായിരുന്നു. അവിടെ 2 വർക്ക് ഉണ്ടായിരുന്നു. വർക്ക് കാര്യങ്ങൾ കഴിഞ്ഞ് അങ്ങനെ അന്ന് തന്നെ അവിടുന്ന് തിരിച്ച് ജിദ്ദ എയർപോർട്ടിലേക്ക് എത്തി. 8-ാം തീയതി നമ്മൾ ഉച്ചയ്ക്ക് കരിപ്പൂർ വിമാനത്താവളത്തിലെത്തി. അവിടെ നിന്ന് ഒരുപാട് പേര് കണ്ടു, സംസാരിച്ചു, വന്ന് ഫോട്ടോ എടുത്തു, ഒരുപാട് സന്തോഷം പറഞ്ഞു. പിന്നെ ജമീലുമ്മാൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് കുറേ പഴങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഉപ്പ കൃഷി ചെയ്യുന്ന ആളാണ്. അവരൊക്കെ വീട്ടിൽ നിന്നൊക്കെ എന്നെ കാണാനും വേണ്ടി വന്ന് എന്നെയും കണ്ട്
എനിക്ക് ഗിഫ്റ്റൊക്കെ തന്ന് അങ്ങനെയാണ് പോയത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ വെച്ച് നോക്കുമ്പോൾ ഈ പോകുന്ന ആ ദിവസങ്ങൾ മാത്രമായിരിക്കും അവർക്കൊക്കെ അവൈലബിൾ ആയിട്ടുണ്ടാവുക. അവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് വേറെ ലോകമാണ്. എൻ്റെ വർക്ക് കാര്യങ്ങൾ തിരക്ക് മൊത്തത്തിൽ ഒരു സാധാരണ ഒരു ലൈഫല്ല. സാധാരണ ഒരു സ്ത്രീകൾക്ക് കിട്ടുന്ന പോലെയുള്ള അത്ര സുഖമുള്ള ലൈഫൊന്നും അല്ലല്ലോ. അപ്പം അങ്ങനെ ആ ഒരു കണക്ഷൻ വിട്ടുപോകും. പക്ഷെ അവരൊക്കെ എന്നെ കാണാൻ വരണം, വീട്ടിലേക്ക് വരണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. പക്ഷെ ഇപ്പോൾ വീട് ഞാൻ തന്നെ എവിടെ താമസിക്കേണ്ടതെന്ന് അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തൊരവസ്ഥയിലാണ്. ഇൻഷാ അല്ലാഹ് എല്ലാം ഒന്ന് സ്റ്റേബിളായിട്ട് എല്ലാവരും ഒന്ന് നേരിട്ട് കാണാം കേട്ടോ. അപ്പോൾ ശരി, വിശേഷങ്ങൾ ഇത്രയൊക്കെയാണുള്ളത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഇൻഷാ അല്ലാഹ് ബൈ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.